Hello guys, അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊരു കേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ കേക്കിലും പറയാനുള്ള പോലെ തന്നെ സ്പോഞ്ച് കേക്കാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ 4 എഗ്ഗ് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ആയിട്ട് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പൊടിച്ച പഞ്ചസാര. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ പറയാറുള്ള പ്രൊസീജിയർ തന്നെ ഇതിലും പറയാനുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ആഡ് ചെയ്തു, നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക്. അപ്പോൾ നമ്മൾ ആ മൈദയും ബേക്കിംഗ് പൗഡറും ചേർത്ത ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ചേർക്കുകയാണ്. ജസ്റ്റ് നമ്മൾ സ്പാച്ചുല വെച്ച് അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ഓവർ മിക്സിങ് കേക്ക് കേടുവരാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിൽ വെച്ച് എങ്ങനെ കേക്ക് ചെയ്യണമൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ കേക്കിൻ്റെ ആ മുകൾ പോർഷനാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ ആ ബ്രൗൺ പാർട്ടൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടുത്ത ഇതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് സ്പോഞ്ച് കേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നമ്മൾ ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്ത വൈറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മുകളിൽ ഇതേപോലെ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നോസിൽ വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലെവൽ ചെയ്തെടുക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ലെവൽ എടുത്തിട്ട് ലെവൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേട്ടോ ഇതെടുത്തത്. അപ്പോൾ ഇനി ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നോസിലാക്കിയിട്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും ഉണ്ടാക്കാറ്. അത് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തതാണ്. അതാണ് ഈ ഒരു കളറ്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ക്രീം. നമ്മൾ ഇതുപോലെ നോസിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാണ്. പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്സ് നമ്മൾ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ക്രീമും ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം.